തിരുവനന്തപുരം വിമാനത്താവളവും വിഴിഞ്ഞം പോർട്ടുമൊക്കെ കൈപ്പിടിയിലാക്കിയ അദാനി ഗ്രൂപ്പ് കേരളത്തിലെ ഏറ്റവും വലിയ വാണിജ്യ ഹബായ കൊച്ചിയെയും ഏറ്റെടുക്കാനൊരുങ്ങുന്നു. 600 കോടി രൂപ ചെലവിൽ കളമശ്ശേരിയിൽ ലോജിസ്റ്റിക് പാർക്ക് നിർമ്മിക്കാനൊരുങ്ങുകയാണ് അദാനി. പദ്ധതിയുടെ നിർമ്മാണം ഈ മാസം അവസാനത്തോടെ ആരംഭിക്കുമെന്നാണ് അദാനി ഗ്രൂപ്പ് അറിയിച്ചത്. 28-നാണ് പദ്ധതിയുടെ ശിലാസ്ഥാപനം. അദാനി പോർട്സിൻ്റെ ഉപസ്ഥാപനമായാണ് ലോജിസ്റ്റിക് പാർക്ക് പ്രവർത്തിക്കുക. രാജ്യമെമ്പാടും ആരംഭിക്കുന്ന സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സിൻ്റെ ഭാഗമായാണ് കൊച്ചിയിലെ പാർക്കും. കളമശ്ശേരിയിൽ HMTയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 70 ഏക്കറിലാണ് 15 ലക്ഷം ചതുരശ്ര അടിയിൽ ലോജിസ്റ്റിക് പാർക്ക് നിർമ്മിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതി. നിർമ്മാണത്തിന് മുമ്പ് തന്നെ പാർക്കിലെ ഭൂരിപക്ഷം സ്ഥലത്തിനും മികച്ച പ്രതികരണം ലഭിച്ചതായി റിപ്പോർട്ടുണ്ട്. പ്രമുഖ ഓൺലൈൻ വിതരണ സ്ഥാപനമായ ഫ്ലിപ്കാർട്ടാണ് കൂടുതൽ സ്ഥലം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഫ്ലിപ്കാർട്ടിൻ്റെ പ്രധാന വിതരണ കേന്ദ്രമായി കൊച്ചി മാറും. കമ്പനികൾക്ക് എല്ലാ സൗകര്യവുമുള്ള വെയർഹൗസുകൾ പാർക്കിൽ ലഭ്യമാക്കും. ഇൻവെസ്റ്റ് കേരള സംഗമത്തിൽ വന്ന നിക്ഷേപ വാഗ്ദാനങ്ങൾ അതിവേഗം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അദാനിയുടെ ലോജിസ്റ്റിക് പാർക്ക് വരുന്നത് നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ശക്തിപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. ദേശീയപാത 66 നിന്ന് ലോജിസ്റ്റിക് പാർക്കിലേക്ക് 6 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. കൊച്ചി വിമാനത്താവളത്തിലേക്ക് 21 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിലേക്ക് 16 കിലോമീറ്ററും തുറമുഖത്തേക്ക് 26 കിലോമീറ്ററുമാണ് ദൂരം. കാക്കനാട് പ്രത്യേക സാമ്പത്തിക മേഖല 6 കിലോമീറ്റർ അകലെ മാത്രം. ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ലോജിസ്റ്റിക് ഹബ്ബായി കേന്ദ്രം മാറുമെന്നാണ് അദാനി ഗ്രൂപ്പിൻ്റെ പ്രതീക്ഷ. 16 മീറ്റർ വീതിയുള്ള ട്രക്ക് ഏപ്രണും ട്രക്കുകൾക്ക് പാർക്കിംഗ് സൗകര്യവും പാർക്കിലുണ്ടാകും. 10,000 ചതുരശ്ര അടിക്ക് ഒരു ഡോക്ക് സൗകര്യം എന്ന രീതിയിലാണ് ഡിസൈൻ. ഇതനുസരിച്ച് സാധനങ്ങളുടെ കയറ്റിറക്ക് അനായാസമാക്കാനും സാധിക്കും. അദാനിയുടെ ബിസിനസ് സാമ്രാജ്യത്തിന് വൻ വളർച്ചയാണ് അടുത്ത കാലത്തായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പിൻ്റെ എല്ലാ കമ്പനികളും ശക്തമായ സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കുന്നതായി ചെയർമാൻ ഗൗതം അദാനി ജൂണിൽ പ്രഖ്യാപിച്ചിരുന്നു. അദാനി പോർട്സ്, അദാനി പവർ കമ്പനികളുടെ സംയോജിത വരുമാനം 7% വർദ്ധിച്ച് 2,71,664 കോടി രൂപയായി. അദാനി എനർജി സൊല്യൂഷൻസിന് 44,000 കോടിയുടെ ട്രാൻസ്മിഷൻ ഓർഡറുകളാണുള്ളത്. 2025 സാമ്പത്തിക വർഷത്തിൽ അദാനി പോർട്സ് 45 കോടി മെട്രിക് ടൺ കാർഗോ കൈകാര്യം ചെയ്തു. 2025 സാമ്പത്തിക വർഷത്തിൽ അദാനി പോർട്സ് 9.4 കോടി യാത്രക്കാർക്കാണ് സേവനം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, പുനരുപയോഗ ഊർജ്ജ പാർക്കുകൾ, ഡേറ്റാ സെൻറ്ററുകൾ തുടങ്ങി സിമൻറ്റ്, ഗ്യാസ്, വൈദ്യുതി വരെ നീളുന്നതാണ് ഗ്രൂപ്പിന് കീഴിലുള്ള ബിസിനസ്സുകൾ. കമ്പനിയുടെ ആൻറ്റി ഡ്രോൺ സംവിധാനങ്ങൾ വിന്യസിച്ച് സുരക്ഷാ മുൻകരുതലുകൾ ശക്തിപ്പെടുത്തിയെന്ന് അദാനി അവകാശപ്പെട്ടു. അദാനി ടോട്ടൽ ഗ്യാസ് ഇപ്പോൾ 10 ലക്ഷം PNG ഉപഭോക്താക്കൾക്ക് സേവനം നൽകുന്നു. കൂടാതെ 22 സംസ്ഥാനങ്ങളിലായി 3,400 EV ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 100 ബില്യൺ യൂണിറ്റിലധികം വൈദ്യുതിയാണ് അദാനി പവർ ഉൽപ്പാദിപ്പിച്ചത്. ഇത് ഇന്ത്യയിലെ ഏതൊരു സ്വകാര്യ കമ്പനിയും ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണ്. 2030 ആകുമ്പോഴേക്കും മൊത്തം 31 ജിഗാവാട്ട് ശേഷിയിലെത്തുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. 2030ഓടെ 50 ജിഗാവാട്ട് എന്ന ലക്ഷ്യത്തോടെ ഗുജറാത്തിലെ ഹാവ്ഡയിൽ അദാനി ഗ്രീൻ എനർജി ഒരു വലിയ പുനരുപയോഗ ഊർജ്ജ പാർക്കിൻ്റെ നിർമ്മാണത്തിലാണ്. ഈ വർഷം അവസാനത്തോടെ നവി മുംബൈ വിമാനത്താവളം അദാനി എയർപോർട്ട്സിൻ്റെ കീഴിൽ പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രവർത്തന സജ്ജമായാൽ അത് പ്രതിവർഷം 9 കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യും. ഇതോടെ വിമാനത്താവള ഗതാഗതത്തിൽ അദാനിയുടെ പങ്ക് 35% ഉയരുന്നതാണ്. അടുത്ത 5 വർഷത്തേക്ക് പ്രതിവർഷം 15,02,000 കോടി ഡോളറിൻ്റെ മൂലധന ചെലവാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്.